ഹലോ, അപ്പം നമ്മളൊരു അടിപൊളി ഉറക്കമൊക്കെ പാസ്സാക്കിയിട്ട് ഇപ്പം കുളിച്ച് ഫ്രഷ് ആയിട്ട് ഇവിടെ ഇപ്പോൾ സമയം 6:30 ഈവനിങ്. അപ്പം ഞങ്ങൾ കുലാലംപൂർ നൈറ്റ് ലൈഫ് എക്സ്പ്ലോർ ചെയ്യാൻ പോവാണ്. ഇവിടെ അടുത്തൊരു നൈറ്റ് മാർക്കറ്റ് ഉണ്ട്, പിന്നെ KLCC പോയി കഴിഞ്ഞാൽ അവിടെ കുറച്ച് സ്ഥലങ്ങളൊക്കെ കാണാനുണ്ട്, ഫുഡ് സ്ട്രീറ്റ് ഉണ്ട്. ഇതൊക്കെ എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരുക്കത്തിലാണ്. അപ്പോൾ ഞങ്ങൾ പതുക്കെ ഇറങ്ങാൻ പോവാണ് ഹോട്ടലിൽ. പക്ഷെ ഇവിടെ മഴ ഒരു വില്ലനായിട്ട് നിൽക്കുവാണ്. ഇടയ്ക്കിടയ്ക്ക് മഴയാണ്. ഞങ്ങളാണെങ്കിൽ മഴ എക്സ്പെക്ട് ചെയ്തില്ല, സോ കുട ഒന്നും കൊണ്ടുവന്നില്ല. അപ്പം അത് അധിക നേരം നിൽക്കില്ല എന്ന് വിചാരിക്കുന്നു. പിന്നെ നിങ്ങൾ ഈ ഹോട്ടലിൻ്റെ ഇതിൽ കൂടെ നിങ്ങൾക്ക് നമ്മുടെ ട്വിൻ ടവർ കാണാൻ പറ്റും. അതേ ട്വിൻ ടവർ കുറച്ച് കഴിയുമ്പോൾ കുറച്ചും കൂടെ ലൈറ്റ് വരുമായിരിക്കും. നല്ല വ്യൂ ആണ് കേട്ടോ, നല്ല ഹോട്ടൽ, നല്ല ഇഷ്ടപ്പെട്ടു. നമ്മൾ 31st ഫ്ലോറിലാണ് സെറ്റ്. അപ്പോൾ നമുക്ക് നൈറ്റ് ലൈഫ് എക്സ്പ്ലോർ ചെയ്യാം. നമ്മളൊരു ചായ കുടിച്ച് സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. നമ്മളിപ്പോൾ പോകുന്നത് മെട്രോ സ്റ്റേഷനിലോട്ടാണ് കേട്ടോ. അപ്പം സൽമാൻ ഭായ് നമുക്ക് മെട്രോ കാർഡ് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ കാർഡ് മേടിച്ച് കഴിഞ്ഞാൽ നമുക്ക് കാർഡ് എടുക്കുന്നതിൻ്റെ കാശ് കൊടുക്കണ്ട, നമുക്കത് റീചാർജ് ചെയ്താൽ മതി. മറ്റേ എനിക്ക് തോന്നുന്നു കാർഡ് എടുക്കാനും കാശ് കൊടുക്കണം, നമ്മൾ റീചാർജും ചെയ്യണമല്ലോ. അപ്പം ഇത് പുള്ളിയുടെ കയ്യിൽ കാർഡുണ്ട്, അപ്പോൾ ആ കാർഡ് നമ്മൾ റീചാർജ് ചെയ്താൽ മതി. അപ്പോൾ അത് പുള്ളി ഇവിടെ അടുത്തൊരു മെട്രോ സ്റ്റേഷനുണ്ട്, അതിൻ്റെ അടുത്ത് വന്നിട്ട് തരാമെന്ന് പറഞ്ഞു. ആൻഡ് നല്ല രസമാണ് കേട്ടോ. പക്ഷെ നമ്മളിവിടെ മഴ ഇവിടെ എപ്പോഴും ഇങ്ങനെയാണോ എന്ന് എനിക്കറിയത്തില്ല. ഞങ്ങൾ മലേഷ്യ എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്കും നമ്മൾ ഇന്ത്യ പോലെ ചൂടായിരിക്കും എന്നുള്ളതേ ഓർത്തുള്ളൂ. ഞങ്ങൾ മഴയുടെ അത് നമ്മൾ ഒട്ടും പ്രതീക്ഷിച്ചതേ ഇല്ല, മഴ പെയ്യും എന്നുള്ളത്. പക്ഷെ ഇവിടെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് മഴ പെയ്യും. പക്ഷേ നമ്മളെ അധികം അത് ബുദ്ധിമുട്ടിക്കുന്നില്ല. പെയ്ത് അപ്പം തന്നെ അങ്ങ് തോരും. നമ്മൾ കണ്ടിന്യൂസ് മഴ പെയ്ത് നിൽക്കുന്നില്ല. പക്ഷെ എന്നാലും നമ്മൾ ചിലയിടത്തൊക്കെ ഇങ്ങനെ ഇറങ്ങുമ്പോൾ മഴയാകുമ്പോൾ നമുക്കൊരു മടി വരുമല്ലോ, അയ്യോ മഴ ഇതെങ്ങനെ ഇറങ്ങും എന്നുള്ളത്. അങ്ങനെ ഈ ബുർജയ ടൈം സ്ക്വയറിൻ കിടിലം ഒരു മോളാണ് കേട്ടോ. ഇവിടെ കണ്ടത് റിങ്കറ്റ് 20-നാണ് ഈ ചെരുപ്പുകളെല്ലാം. 10 റിങ്കറ്റ്. ആക്ച്വലി ഓൾമോസ്റ്റ് റിയാലും റിങ്കറ്റും സെയിം തന്നെയാണ് കേട്ടോ. ആൻഡ് ക്രിസ്മസ് ആയതുകൊണ്ട് തന്നെ അടിപൊളിയായിട്ട് നന്നായിട്ട് ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ ഇവിടെ ഇതെല്ലാം നോക്കി വെച്ചു. അപ്പോൾ ഈവൻ സൽമാൻ ഭായ് നമ്മളോട് പറഞ്ഞു ഇതെല്ലാം നോക്കി വെച്ചു, പിന്നീട് ഒരു ദിവസം ഇവിടെ ഷോപ്പിങ്ങിനായിട്ട് വരാം. അപ്പോൾ ഇവിടെ ഇങ്ങനത്തെ ഈ ക്ലോത്ത്സ്, ചെരുപ്പുകൾക്കൊക്കെ നല്ല അടിപൊളി ലാഭമെന്ന് പറഞ്ഞു. പക്ഷേ നമുക്ക് ഈ സൈറ്റ് സീയിങ്ങിൻ്റെ ഇതിൽ നമുക്ക് ആക്ച്വലി ഷോപ്പിങ്ങിന് വരാൻ പറ്റിയില്ല എന്നുള്ളതാണ് ഒരു സത്യം. എനിവേയ്സ്, അപ്പം നമ്മൾ കാർഡൊക്കെ മേടിച്ച് അപ്പം ഞങ്ങൾ തന്നെ ഇന്ന് എക്സ്പ്ലോർ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പം നമ്മൾ ഇംബി എന്ന് പറയുന്ന ഒരു സ്റ്റേഷനിൽ നിന്നാണ്. അപ്പം നമ്മൾ ബുക്കിറ്റ് ബിൻതാങ്ങിൽ നിന്ന് KL സെൻട്രലിൽ വരണം. അപ്പോൾ നമ്മൾ ഇംബി 2 ലൈൻ മാറണം. അപ്പോൾ ഇങ്ങനെയാണ് മെട്രോ കാർഡ് വരുന്നത്. അപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് കയറി നമ്മൾ നേരെ KL സെൻട്രലിൽ ഇറങ്ങി കുറച്ച് നമ്മളങ്ങ് കയറുമ്പോൾ തന്നെ നമുക്ക് ട്വിൻ ടവർ കാണാം കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഇപ്പോൾ ഉള്ളത് ട്വിൻ ടവറിൻ്റെ മുന്നിലാണ്. നമ്മളിവിടെ KLCC റെഡ് ലൈൻ എടുത്ത് KLCC വരുമ്പോൾ മെട്രോയിൽ നേരെ ഇറങ്ങി കാണുന്നത് ട്വിൻ ടവറാണ്. അടിപൊളി വ്യൂ. ഇവിടെ നമ്മൾ മെട്രോയിൽ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ ആൾക്കാർ നമ്മളിങ്ങനെ പൊതിയും, എന്താ ഫോട്ടോസ് എടുത്തരാൻ. നമ്മൾ ബാർഗെയിൻ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ ഫോട്ടോസ് നമുക്ക് എടുത്തരും. ഒരു ഫോട്ടോയ്ക്ക് ഇപ്പം ഞങ്ങളുടെ അടുത്ത് 15 പറഞ്ഞത്, പക്ഷേ നമ്മൾ ഒരു ഫോട്ടോയ്ക്ക് 10 റിങ്കറ്റ് വെച്ചിട്ട് ഒരു ഫോട്ടോ വാങ്ങി. അല്ലാതെ അത് എടുത്ത ഫോട്ടോസ് എല്ലാം വാങ്ങണമെങ്കിൽ അതനുസരിച്ചിട്ട് പൈസ കൊടുത്താൽ ബാർഗെയിൻ ചെയ്ത് നിങ്ങൾക്ക് ഒരു അഡ്ജസ്റ്റ്മെൻറ്റിൽ നിങ്ങൾക്ക് വാങ്ങിക്കാം. ഫുൾ ഫോട്ടോ വേണമെങ്കിൽ ആ പൈസ കൊടുത്ത് മേടിക്കാം. ഒരു ഫോട്ടോ മതിയെങ്കിൽ ഒരു ഫോട്ടോ മേടിക്കാം. അവർ നമുക്ക് വാട്സപ്പിലോ അല്ലെങ്കിൽ എയർ ഡ്രോപ്പോ ചെയ്തു തരും. അത്യാവശ്യം ഇതായിട്ടുള്ള ഒരു നൈസ് ഫോട്ടോ നമുക്ക് കിട്ടും. അപ്പോൾ അങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാം. ബിക്കോസ് നമ്മൾ എടുക്കുമ്പോഴത്തേക്കും അത്രയും പ്രൊഫഷണലായിട്ട് കിട്ടത്തില്ല. ഇവരും അത്ര പ്രൊഫഷണൽ അല്ലെങ്കിലും അവരുടെ ഒരു ടെക്നിക്ക് വെച്ച് ലൈറ്റൊക്കെ വെച്ച് അടിപൊളിയായിട്ട് കിട്ടും.
ഇവിടെ മുകളിൽ കയറാൻ വേണ്ടിയിട്ട് നമുക്ക് ടിക്കറ്റ് എടുത്തിട്ട് വേണമെങ്കിൽ ട്വിൻ ടവറിൻ്റെ മുകളിൽ കയറാനായിട്ട് പറ്റും. പക്ഷേ ഞങ്ങൾ ആക്ച്വലി കയറിയില്ല. ബിക്കോസ് ഞങ്ങൾ ബുർജ് ഖലീഫയിലൊക്കെ പോയത് കൊണ്ട് ഏകദേശം ആ ഒരു എക്സ്പീരിയൻസ് തന്നെ ആയിരിക്കും എന്നുള്ളൊരു ഇതിൽ ഞങ്ങൾ വേണ്ടെന്ന് വിചാരിച്ചു. അപ്പം അങ്ങനെ നിങ്ങൾക്ക് പോകാൻ താല്പര്യമുള്ളവർക്ക് ടിക്കറ്റ് എടുത്ത് ഇതിനകത്ത് തന്നെ ടിക്കറ്റിൻ്റെ ഓഫീസുണ്ട്, അവിടെ നിന്ന് നിങ്ങൾക്ക് ടിക്കറ്റ് എടുക്കാം. പിന്നെ എനിക്ക് തോന്നുന്നു ഓൺലൈൻ വഴിയും ടിക്കറ്റ് എടുക്കാൻ തോന്നുന്നു. ഞങ്ങൾ ഇവിടെ ജസ്റ്റ് ഒന്ന് കറങ്ങി, പിന്നെ ഞങ്ങൾ പുറത്തിറങ്ങുമ്പോൾ അവിടെ ഒരു വാട്ടർ ഫൗണ്ടൻ്റെ സംഭവമുണ്ട്, അതെല്ലാം കണ്ട് ഞങ്ങൾ കുറേ നേരം അവിടെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു. എന്നിട്ട് ഞങ്ങൾ അവിടെ നിന്ന് വിട്ടു. ഞങ്ങൾ തിരിച്ച് മെട്രോ എടുത്തിട്ട് ഞങ്ങൾ ബുക്കിറ്റ് ബിൻതാങ്ങിൽ വന്നു നൈറ്റ് മാർക്കറ്റ് കാണാൻ വേണ്ടിയിട്ട്. ആൻഡ് ഓൾസോ ഒരു ടിപ്പ് എന്ന് പറയുന്നത്, നിങ്ങൾ ഈ ഫോട്ടോ എടുക്കാനായിട്ട് ഉള്ള ആൾക്കാരെ അപ്രോച്ച് ചെയ്യുമ്പോഴത്തേക്കും നന്നായിട്ട് ബാർഗെയിൻ ചെയ്യണം കേട്ടോ. ബാർഗെയിൻ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ചും കൂടി കാശ് കുറയും. ഞങ്ങൾ 10 റിങ്കറ്റിന് ഒരു ഫോട്ടോയാണ് കിട്ടിയത്. ഞങ്ങളുടെ കൂടെ വേറെ ഒരു ഫാമിലി അവർ 10 റിങ്കറ്റിന് അവർക്ക് 2 ഫോട്ടോ കിട്ടിയായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നന്നായിട്ട് ബാർഗെയിൻ ചെയ്യാൻ മറക്കരുത്. അങ്ങനെ ഞങ്ങൾ ബുക്കിറ്റ് ബിൻതാങ്ങിൽ തിരിച്ചു വന്നു. അപ്പോഴത്തേക്കും നൈറ്റ് മാർക്കറ്റ് സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓൾറെഡി സൽമാൻ ഭായ് നമ്മളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു 10 മണിക്ക് ശേഷമാണ് ബുക്കിറ്റ് ബിൻതാങ്ങിലെ നൈറ്റ് മാർക്കറ്റ് തുടങ്ങുള്ളൂ, ഫുഡ് സ്ട്രീറ്റ് ഓൺ ആവുന്നത് രാത്രിയാണ് എന്ന്. അപ്പോൾ നമ്മൾ വന്നപ്പോഴത്തേക്കും ഫുൾ സെറ്റായിരുന്നു. നമ്മുടെ ന്യൂയോർക്ക് ടൈം സ്ക്വയറിൻ്റെ ഒരു ഫീലാണ് ആക്ച്വലി ഈ സമയത്ത് കേട്ടോ. ബുക്കിറ്റ് ബിൻതാങ് ഫുള്ളായിട്ട് അടിപൊളി വൈബ് കേട്ടോ. നമ്മൾ ഇങ്ങനെ സ്ട്രീറ്റ് ഫുഡ് എക്സ്പ്ലോർ ചെയ്ത് നടക്കുവാണ്. കോക്കനട്ട് ഐസ്ക്രീം, പിന്നെ ഞാൻ മാംഗോ സ്റ്റിക്കി റൈസും വാങ്ങിയിട്ടാ. നല്ല പീസായിരുന്നു. സൂപ്പർ, എന്ത് എപ്പോഴും പറയണ സൂപ്പർ.
ഒരു ദിവസം കൊണ്ട് എക്സ്പ്ലോർ ചെയ്ത് കഴിയാൻ പറ്റത്തില്ല. അതുകൊണ്ട് നമ്മൾ ഇനിയുള്ള ദിവസങ്ങളിലെല്ലാം നമ്മൾ ഇവിടെ വന്നിട്ട് ഓരോരോ സാധനങ്ങളായിട്ട് ഇന്നിപ്പം കുറേയൊക്കെ നോക്കി വെച്ചിട്ടുണ്ട്. അത് ബാക്കി നമ്മൾ എക്സ്പ്ലോർ ചെയ്യുന്നതായിരിക്കും പതിയെ. എന്ത് പറയുന്നു? Yes, we will explore tomorrow.